ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ചേട്ടൻ കുറച്ച് കൊഴുവ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി പീര വെച്ച് കഴിച്ചിട്ട്. അപ്പോൾ ഒരാഗ്രഹം ഇച്ചിരി പീര വെച്ച് കഴിച്ചാലോ എന്ന്. നേരത്തെ പാത്രത്തിലെടുത്ത് വെച്ചിരുന്ന പച്ചമുളകും ചെറിയ ഉള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ കാന്താരി ഉണ്ടല്ലോ നല്ല എരിവുള്ളത്, അതും കൂടി ഇട്ടിട്ടാണ് പീര വയ്ക്കുന്നത് കേട്ടോ. നമ്മൾ മീൻ പീര വയ്ക്കുമ്പോഴത്തേക്കിനും കുറച്ച് എരിവ് നേരെ കൂടി നിൽക്കണം, അപ്പോഴാണ് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ ഈ ചെറിയ ഉള്ളിയും കാന്താരിയും എല്ലാം അരിഞ്ഞെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, കൈയും കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇതങ്ങ് യോജിപ്പിക്കും. അപ്പോൾ ഈ എരിവുമൊക്കെ എല്ലായിടത്തും ചെല്ലുമല്ലോ. അങ്ങനെ നേരത്തെ ഞാൻ കുതിർത്ത് വെച്ച കുറച്ച് പുളി ഉണ്ടല്ലോ, കാണിച്ചില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വിരകിയൊക്കെ വെച്ചു. പിന്നെ ഇച്ചിരി തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തേങ്ങായും കൂടി എടുത്തിട്ട് നമ്മുടെ മീൻ പീരയുടെ ആ നേരത്തെ അരിഞ്ഞ് വെച്ചതിനകത്തോട്ടിട്ട് നന്നായിട്ട് കൈയിട്ടങ്ങ് വിരകി. പിന്നെയാണ് കുറച്ച് കൊഴുവ എടുത്തത്. എന്നിട്ട് ആ കൊഴുവ ഉണ്ടല്ലോ, ആ കൊഴുവായും കൂടി എടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് പിടിപ്പിച്ചു. പിന്നെ കുറച്ച് ഉപ്പും കൂടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൈയിട്ട് തിരുമ്മി. കൈയിട്ട് തന്നെ തിരുമ്മണം കേട്ടോ, അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നേരെ അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ, കാരണം മീനകത്തെ വെള്ളവും ഉണ്ടല്ലോ, അത് ഇറങ്ങിക്കോളും. പിന്നെ ഈ തേങ്ങയ്ക്കൊക്കെ എന്നാ വിലയല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ ആ ജാറ്, മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കളയാൻ തോന്നിയില്ല, ഞാൻ അതും കൂടെ അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, പിശുക്കത്തരല്ല, അതെന്നാ പറയാനാ. അപ്പോൾ പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം പിള്ളേർ വറുത്തതല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ വറക്കാനായിട്ട് ഞാൻ ഉപ്പും മുളക് പൊടിയും അതുപോലെ കുരുമുളകും പിന്നെന്താ അത്രയേ ഉള്ളൂ കേട്ടോ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളമോ എണ്ണയൊന്നും ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് തിരുമ്മി വെച്ചു കേട്ടോ. കുഞ്ഞു മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പും മുളകും എരിവൊക്കെ അങ്ങ് പിടിച്ചോളും. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മീനെല്ലാം കൂടെ അങ്ങ് നിരത്തി വെച്ച് കൊടുത്തു. കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ മീൻ നിരത്തി വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, മീൻ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്യുകയില്ല. പിന്നെ ആ സമയം നമ്മുടെ മീനുണ്ടല്ലോ, മീൻ തോരന് വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ആ വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞത് ഇച്ചിരി കുരുമുളക് പൊടിച്ചതും കൂടെ ഞാൻ അവസാന സമയത്ത് ഇങ്ങനെ ചേർക്കും കേട്ടോ. പിന്നെ ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചാണ് മീൻ തോരൻ വാങ്ങി വെക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മീൻ വറുത്തതും അതേ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടോടാണ് ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ മീനിൻ്റെ വറുത്ത പാത്രത്തിനകത്തോട്ട് കുറച്ച് സവോള ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് എടുത്ത് കേട്ടോ, നല്ലതാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ടാറ്റാ.